സന്ദീപ് വാര്യർ റിപ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും അങ്കിത് അശോക് എന്ന സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം ഉന്നം വയ്ക്കുന്നു റിപ്പോർട്ടിലെ വരികൾ. അല്പം മുമ്പ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി നമ്മളോട് പറഞ്ഞത് ക്രമസമാധാന ചുമതലയുള്ള ADGP പൂരസമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇതൊന്നും കണ്ടെത്താനായില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി പറയുന്നു അങ്കിത് അശോകിനാണ് തെറ്റുപറ്റിയത് എന്ന്. അന്ന് തിരിച്ചറിയാതെ പോയത് റിപ്പോർട്ടിൽ പറയുന്നത് എന്തുകൊണ്ട്? തൃശ്ശൂർ പൂരത്തിന്റെ അട്ടിമറി എന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ BJPയുടെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ കൃത്യമായി ഉന്നയിക്കുകയും ഹൈക്കോടതിയിലടക്കം പരാതിയുമായി പോയിട്ടുള്ളതാണ്. അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പൂരപ്രേമികളോടും പൂരാഘോഷ കമ്മിറ്റിയിലെ ഇരു ദേവസ്വത്തിലെ ഭാരവാഹികളോടും ഒക്കെ കാണിച്ചത് അങ്ങേയറ്റത്തെ നെറുകാടാണെന്ന് അന്ന് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നത് ADGP മാത്രമല്ല, സംസ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള രാജൻ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ പൂരപ്രേമികളെയും പൂരാഘോഷ ഭാരവാഹികളെയും ഒക്കെ പോലീസ് വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴും പോലീസിലെ ഉന്നത അധികാരികളുമായി കളിയും ചിരിയുമായിട്ട് പൂരപ്പറമ്പിൽ നിൽക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അവിടെ മന്ത്രിയുടെ ഭാഗത്ത് ഇടപെടലുണ്ടായിട്ടില്ല, അവിടുത്തെ അന്നത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഇടപെടലുണ്ടായിട്ടില്ല. അവരെല്ലാവരും തന്നെ സംഭവ സ്ഥലത്ത് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഈ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഉത്സാഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുള്ള രാജൻ അടക്കമുള്ളവർ തന്നെയാണ്. അവരാണ് ഇത് അലങ്കോലപ്പെടാൻ ഉത്തരവാദിയായിട്ടുള്ളവർ. അവരായിരുന്നു ഇത് അലങ്കോലപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ കാണിക്കേണ്ടിയിരുന്നവർ. അവരതൊന്നും ചെയ്യാതെ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും പോലീസിന്റെ പരിശ്രമങ്ങൾക്കും പിന്തുണ കൊടുത്തതിന് ശേഷം ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ജാള്യത തീർക്കാൻ വേണ്ടി ഇതൊക്കെ BJPക്ക് വേണ്ടിയാണെന്ന കള്ളക്കഥ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വർഷം മാത്രമല്ലല്ലോ, പൂരം അലങ്കോലപ്പെടുത്താൻ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഗൂഢാലോചന നടന്നു വരികയല്ലേ. പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന്, ആന എഴുന്നള്ളത്തിന് മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന്, വെടിക്കെട്ടിന് മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന്, ഇവിടെ പൂരവും വെടിക്കെട്ടും നടക്കുമോ എന്ന അവസാന നിമിഷം വരെ ആശങ്കയിൽ പൂരപ്രേമികളെ തള്ളിവിടുന്ന കാര്യം എത്രയോ കാലമായി, എത്രയോ വർഷമായി ഇവിടെ നടക്കുന്നു. അപ്പോഴൊന്നും സർക്കാരിനോ ഈ പറയുന്ന CPIക്കോ അതല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്കൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പൂരം തടസ്സപ്പെടുത്തുന്ന സമയത്ത് പൂരം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപ്പോഴൊന്നും പൂരത്തിന് വേണ്ടി ശബ്ദിക്കാത്തവർ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോ ആ തോൽവിയുടെ ജാള്യത മാറ്റാൻ വേണ്ടി ഞങ്ങൾ തോറ്റത് പൂരം അട്ടിമറി കാരണമാണ് എന്ന ഒരു കള്ളക്കഥയും മെനഞ്ഞുകൊണ്ട് വരികയാണ്. ഇതിന് ഉത്തരവാദികളായവർ സംസ്ഥാനത്തെ ഉന്നത പോലീസ് അധികാരികൾ, ADGP ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും അന്നത്തെ MP യും അന്നത്തെ ജനപ്രതിനിധികളും അന്നത്തെ ഈ MLA അടക്കമുള്ളവരൊക്കെയാണ്. ഇവരൊക്കെയായിരുന്നു അവിടെ പൂരം നിയന്ത്രിച്ചിരുന്നവർ. ഇവരായിരുന്നു മുണ്ടും മടക്കി കുത്തി ഞങ്ങളാണ് പൂരത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ പോയി നെടുങ്കൻ ഇന്റർവ്യൂ കൊടുത്തിരുന്നവർ. മാധ്യമ സ്ഥാപനങ്ങളിൽ ഇവരുമായി ബന്ധമുള്ള മാധ്യമ അവതാരകർ, ഇതാ പൂരപ്രേമികളുടെ സുനിലേട്ടൻ എന്ന് പറഞ്ഞ് അവിടെ സുനിലിനെ ഉയർത്തി കാണിച്ചിരുന്നവർ. അപ്പൊ സുനിൽ എവിടെ പോയി? ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ സുനിലിനെ കാണാതായല്ലോ. ഈ പ്രശ്നം ഉണ്ടായപ്പോ രാജനെ കാണാതായല്ലോ. അപ്പൊ രാജനും സുനിലും ഒക്കെ പോലീസ് ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? അവർക്ക് സാധിക്കുമായിരുന്നല്ലോ. അവരുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്, അവരുടെ ആഭ്യന്തര വകുപ്പാണല്ലോ. അവരതിനൊന്നും മുതിരാതെ പൂരം അട്ടിമറിക്കാൻ വേണ്ടി, പൂരത്തിന്റെ എല്ലാ പ്രഭയും കെടുത്താൻ വേണ്ടി പോലീസിന് മൗനാനുവാദം നൽകിയതിനു ശേഷം ഈ പൂരം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോ ആ തടസ്സം നീക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി വന്ന് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരാളായി, പൂരപ്രേമികളിൽ ഒരാളായി നിന്ന് ആ പൂരം നടത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് നേതൃത്വം നൽകിയ ശ്രീ സുരേഷ് ഗോപി MP അതുപോലെ തന്നെ BJPയെയും ഒക്കെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ പൂരം അലമ്പാക്കാൻ വേണ്ടി, പൂരം തടസ്സപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചതിന് പുറകിൽ CPIയുടെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു, മന്ത്രി രാജൻ ഉണ്ടായിരുന്നു. അവർക്കായിരുന്നു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. അവരത് നിർവഹിച്ചില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ശരി സന്ദീപ് വാര്യർ.